കോൺഗ്രസും തരൂരും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് തിരുവനന്തപുരം എം.പി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രത്യേക പാർലമെന്റ് ചർച്ചയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് പാർലമെന്റിലെ ഏറ്റവും ജനപ്രിയ മുഖങ്ങളിൽ ഒരാളായ ശശി തരൂരിനെ സമീപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം നിരസിച്ചു. ചർച്ചയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിലായിരുന്നു തരൂരിന്റെ ഉത്തരം. മൗനവ്രതം എന്നും പറഞ്ഞ് അദ്ദേഹം തിരക്കിട്ട് നടന്നകന്നു. തരൂരും കോൺഗ്രസും തമ്മിലെ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെയാണ് AICC പ്രവർത്തക സംഘം കൂടിയായ തരൂർ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ നിന്നും പിന്മാറിയത്. സഭയിൽ സംസാരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ക്ഷണം ഉണ്ടായിരുന്നിട്ടും ചർച്ചയിൽ സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് തരൂർ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവായ ഗൗരവ് ഗൊഗോയിയെ അറിയിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാർട്ടിക്കും തരൂരിനുമിടയിലെ ഭിന്നതകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിപക്ഷത്തിന്റെ നിരന്തര ആവശ്യത്തെ തുടർന്ന് ചർച്ച നടത്തുന്നത്. 16 മണിക്കൂറോളം നീളുന്ന സെഷനിൽ ഓപ്പറേഷൻ സിന്ദൂർ വിഷയമായി ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടി ലൈനിൽ നിന്ന് വേറിട്ട നിലപാട് തരൂർ തുടക്കം മുതലേ തന്നെ സ്വീകരിച്ചിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഉപനേതാവായ ഗൗരവ് ഗൊഗോയ്, കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള പ്രധാന MP-മാരായ പ്രിയങ്ക ഗാന്ധി വാദ്ര, ദീപേന്ദർ ഹൂഡെ, പരിണിതി ഷിൻഡെ, ഷാഫി പറമ്പിൽ, മാണിക്യം ടാഗോർ, രാജ് പരാദ് എന്നിവർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട US-ലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധി സംഘത്തെ നയിച്ചത് ശശി തരൂർ ആണെന്നതിനാൽ തന്നെ പ്രഭാഷകരുടെ പട്ടികയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് പലരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാനും തിരുവനന്തപുരം MP തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവായ ഗൗരവ് ഗൊഗോയ് തരൂരുമായി സംസാരിച്ചുവെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. ബില്ലിനെക്കുറിച്ച് സംസാരിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും ചർച്ചയിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്നും തരൂർ പറഞ്ഞതായി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ ജൂലൈ 30 അവസാനിക്കുന്ന സമ്മേളനത്തിന്റെ അടുത്ത 3 ദിവസങ്ങളിൽ സഭയിൽ ഹാജരാകണമെന്നും സഭയുടെ പ്രവർത്തനങ്ങളിൽ പാർട്ടി നിലപാടിനെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ലോക്സഭാ MP-മാർക്ക് വിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശശി തരൂരിന്റെ നിലപാട് പലപ്പോഴും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി പ്രശംസിക്കുകയും സർക്കാർ വിദേശത്തേക്ക് അയച്ച ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു തരൂർ നിലപാട് വ്യക്തമാക്കിയത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. നേരത്തെ കോൺഗ്രസ് പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ 4 പേരുകൾ നൽകിയിരുന്നു. എന്നാൽ ഇതിൽ ആനന്ദ് ശർമ്മയുടെ ശുപാർശ മാത്രമാണ് സർക്കാർ അംഗീകരിച്ചിരുന്നത്. കൂടാതെ ശശി തരൂർ, മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, അമർ സിംഗ് എന്നിവരെ സംഘങ്ങളുടെ ഭാഗമാക്കാനും NDA സർക്കാർ തീരുമാനിച്ചിരുന്നു.